യഥാർത്ഥത്തിൽ ഇതിനെ തല്ലെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ ക്രൂരതയാണ് എന്നാണ് ഞാൻ പറയുന്നത്. പല കാരണങ്ങളുണ്ട്. അതിനു മുൻപ് ഇന്നത്തെ ദിവസത്തിലൊരു പ്രാധാന്യം പ്രേക്ഷകർ അറിയണം. 16ാമത്തെ നിയമസഭ ഇന്ന് കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തിനാണ് നമ്മുടെ നിയമസഭ? ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അറിയാനും ചോദിക്കാനും പറയാനുമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ 16ാമത്തെ നിയമസഭയിലെ അവസാനത്തെ സെഷനുകളിൽ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അതുകൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവത്തുള്ളൂ. ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. ഏതിനെക്കുറിച്ചാ? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിനൊരു കടലാസ് അനക്കിയിട്ടില്ല. 16ാമത്തെ സഭയിലെ അവസാനത്തെ ബഡ്ജറ്റ് സെഷനുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് ചർച്ച ചെയ്യാതെയാണ് ഈ നിയമസഭ പിരിയുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം അങ്ങേയറ്റം പരാജയപ്പെട്ടു പോയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യപ്പെടരുത് എന്ന് നിർബന്ധമുള്ള പ്രതിപക്ഷത്തിൻ്റെ വാശിയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. അതുകൊണ്ട് എന്താ, സഭയിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യമേ അങ്ങ് പറയും, സഭയിലെ എല്ലാ നടപടികളും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുമോ, നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നാളിതുവരെയുള്ള ചരിത്രത്തിൽ 48 അടിയന്തര പ്രമേയങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിൽ 18 അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്തത് ഈ 16ാമത്തെ നിയമസഭയാണ്. 48-ൽ 18 എന്ന് പറഞ്ഞാൽ 1/3. അത്രയും അധികം ചർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി വന്ന സർക്കാരും ആ ഓരോ ചർച്ചയിൽ നിന്നും ഓടി ഒളിച്ച പ്രതിപക്ഷത്തെയും ഒടുവിൽ അടിയന്തര പ്രമേയം എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ ഭയന്നു നിൽക്കുന്ന, മടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിശ്വാസ പ്രമേയം പാസ്സാക്കാതെ ഈ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്ന് ഇറങ്ങിപ്പോവുക ചെയ്തത്. ഇന്ന് അവിശ്വാസ പ്രമേയം പാസ്സാക്കാതിരിക്കുന്നതിന് ന്യായീകരണവുമായി വന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു നേതാവിൻ്റെ വാചകം ഞാൻ ഇങ്ങനെ വായിക്കാം: അവിശ്വാസം കൊടുത്താൽ 3 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കും. അങ്ങനെ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കരുത് എന്ന് കരുതിയാണ് നൽകാത്തത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവ് പറയാണ്, അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രി 3 മണിക്കൂർ പ്രസംഗിക്കും. അത് ഭയന്നെന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നില്ല. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അത് സർക്കാർ എടുത്തങ്ങ് ചർച്ച ചെയ്ത് കളയും, ഞങ്ങളെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് കളയും. അതുകൊണ്ട് ഞങ്ങൾ അടിയന്തര പ്രമേയവും ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല.